Google light on. ഒരു സൂപ്പർ പണിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ആ മീനെ പിടിച്ച് മറ്റേ കുളത്തിൽ വെള്ളമില്ലാഞ്ഞതുകൊണ്ട് മീനെ പിടിച്ച് ഈ കുളത്തിലോട്ടിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കിടന്ന മീനെല്ലാം കൂടെ ആ പ്ലാസ്റ്റിക് എല്ലാം കൂടെ കടിച്ചു പറിച്ച് വെള്ളം താന്ന് പണിയായി. ഇതിൻ്റെ ഇത്രയും കൂടെ വെള്ളം കിടന്ന അപ്പം വെള്ളം നന്നായിട്ടങ്ങ് താന്നു. ഇനിയിപ്പോൾ എന്നാ ഈ വർഷം വീടിന് പണ്ടൊക്കെ വരുമായിരുന്നു കാറ്റ് ഐസ് ഐസ്ക്രീമല്ല ഐസ്. മാറ്റിയിട്ടിട്ട് ഭയങ്കര ഡാർക്കായിട്ട് കിടക്കണം. ഫുള്ള് ഇരുട്ട്. മൊത്തം കിട്ടണ്ടോ? കുറച്ച് മതി. മൊത്തം അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ചേച്ചാച്ചി വരും. ശ്യാമളമ്മ വരത്തില്ലെന്ന് തോന്നുന്നു, പക്ഷെ പറയാൻ പറ്റത്തില്ല. പേരെടുക്കാം. സിംബയാണെങ്കിൽ ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ഓയ് ഇതെങ്ങോട്ട് പോകാൻ അവൻ അങ്ങോട്ടും പോയാലും ഓടി വരും, ഇങ്ങോട്ട് പോയാലും ഓടി വരും. ശാംഭവിയുടെ അടുത്തോട്ട് ഓടും. ശാംഭവി എടുത്ത പിന്നെ അത്രയ്ക്ക് അടുക്കുകയല്ല അവൻ. എന്നാലും ശ്രദ്ധിക്കും, നോക്കും. ആരേൻ്റെ അടുത്തു നിന്നാണ് മാറത്തില്ലാത്ത. ഒറ്റ കോഴിയെ പിന്നെ ഒരു പൂച്ചനെ പോലും പുള്ളി ഇങ്ങ് അടുപ്പിക്കുകയല്ല. കോഴിയൊക്കെ അതെ ഇതിനപ്പുറത്തേക്ക് മാത്രം. എന്നാടാ പറ്റി? കോഴി എന്ത് ചെയ്യടാ? കോഴി പോകുന്ന പോക്ക് കാണാം അവനെ അഴിച്ചിടുമ്പോൾ. അടുക്കള കയറിയിരുന്ന് ഭയങ്കര പണി കോഴിയെല്ലാം കൂടെ. ഇവൻ്റെ തലവട്ടം കാണുമ്പോൾ ഓടിയല്ല ഇവന് ഓടിക്കും. ഇവന് ഓടിച്ച് അങ്ങ് അപ്പുറത്ത് കയറ്റും. വലയ്ക്ക് അപ്പുറത്താക്കും. നോക്കുവാ അങ്ങനെ കൂടുന്നുണ്ടോന്ന്. ദാ ഞാൻ ചെയ്യിക്കോളാം. അതെ ഞാൻ ചെയ്യിക്കോളാം. ഞാൻ ചെയ്യാലേ ശരിയാവത്തുള്ളൂ കേട്ടോ. ആ
ഞാൻ പച്ചയ്ക്ക് കൊടുക്കുന്നേ. അവൻ നിൽക്കുന്ന അവിടെ നോക്കി തന്നെ കഴിച്ചോളാൻ പറഞ്ഞില്ലായിരിക്കും. ഫ്രിഡ്ജിലെ വെള്ളം മതിയോ അതോ ഇത് വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പോയി നോക്ക്, ചുമ്മാ പോയി നോക്ക്, രസമല്ലേ? ഇതന്നെ അവരെന്തേ മറ്റുള്ളവരെന്തേ? നമ്മള് മുടി വെട്ടുന്നില്ലേ ചേട്ടാ? വില ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞോ ഇല്ലേ? ഇല്ല. അല്ല മുടി വളർത്താനല്ലേ ഇങ്ങനെ വെക്കണം. ഇങ്ങോട്ടൊന്നല്ല, കണ്ണിലോട്ട് വീഴാതെ ഓ പിന്നെ നിന്നെപ്പോലാണോ? ഞങ്ങൾക്കുമില്ല, ചട്ടയില്ല. ഓ കണ്ണ് കിട്ടാൻ അങ്ങോട്ട് ആര് കണ്ടിട്ടാ ഇത് കാണുന്നു? നമ്മുടെ രാവിലെ ഈ പ്രാവശ്യം ഒരു ചക്ക പോലും ആയിട്ടില്ല. ചെറുതൊക്കെ വീണിട്ടുണ്ട്. അതൊക്കെ എന്ന് ഇനി ആവാനാണ്, മഴയാകും അപ്പോഴത്തേന്. അല്ലാതെ പിന്നെ കൊള്ളത്തില്ല. ലാസ്റ്റ് ഉണ്ടാകുന്ന ആദ്യം ഉണ്ടായാലേ കാര്യമില്ല. ഇതിൻ്റെയൊക്കെ അങ്ങ് മുകളിൽ കിടപ്പുണ്ട്. ഇപ്പം മൂത്തിട്ടൊന്നുമില്ല, പകുതിയൊക്കെ ആയി. പക്ഷെ അതും അങ്ങനെ ഇടാൻ പറ്റത്തില്ല അത്രയും പൊക്കത്തിൽ നിന്നും. ആര് വിട്ടടി? അത് താഴെങ്ങാണ്ട് വന്നോ? പച്ചരണ്ടി ഉണ്ട്, എപ്പം കൊണ്ട് ഇറക്കിയതേ ഉള്ളു എല്ലായിടത്തും. അത് കണ്ടിക്കാൻ പറ്റിയ ഇപ്പൊ ചതഞ്ഞു പോവുക. സ്ഥലത്ത് വെച്ചാലേ കണ്ടിക്കത്തുള്ളൂ. കുട്ടികളല്ല വേണ്ട, ഞാൻ പറഞ്ഞില്ലല്ലോ വെക്കാൻ. ചാച്ചാജിക്ക് ലുങ്ക് എടുത്ത് കൊടുത്തേ, എന്നാ കുറിച്ചാരാ ചാച്ചാജിക്ക് ലുങ്ക് എടുത്ത് കൊടുക്ക്. എന്നാ പാല് മേടിക്കാം. പാല് മേടിച്ചോ.
ചെറിയൊരു കിഴുത്ത ഉണ്ടായിരുന്നു. അക്കരക്കടയിലല്ലാതെ നല്ല ഒരു കുഴപ്പമില്ലാത്ത വരികയില്ല. അടച്ചിട്ടുണ്ട്, നമ്മൾ നോക്കണം. ഇനി പാലെടുക്കണം, ചെറിയ പരിപാടികളുണ്ട്. അല്ല അവള് പോയോ? അനു പോയി. റിമിറ്റോമയുടെ ഗാനമേള എവിടെ? നവ്യനായരുടെ നൃത്തം ചക്കട അമ്പലത്തില്. എങ്ങനെ പോകും? പക്ഷെ നമുക്ക് വേണമെങ്കിൽ പച്ചച്ചെല്ലത്ത് നിൽക്കാം. എനിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ പോകാം? അവിടെ വരെ കൊച്ചച്ഛൻ്റെ വീട് വരെ ഉള്ളൂ. പക്ഷെ എങ്ങനെ നിൽക്കാൻ പറ്റും? ശമ്പളം വല്ലതും ഉണ്ടെങ്കിൽ ഒരു ദിവസം. പക്ഷെ രണ്ട് ദിവസമല്ലേ റിമിറ്റോമയുടെ ഗാനമേള ഇല്ലെങ്കിലും നവ്യനായരുടെ നൃത്തം കാണുന്നുണ്ട്. ഇവിടെ എത്ര അത്യാവശ്യപ്പെട്ടൂടെ പോവാ? നീ ഉള്ളതുകൊണ്ടാ, അല്ല എന്നെ ചിരിച്ചെങ്ങനെ? ഇല്ല ഇല്ല. ബാക്ക്ഗ്രൗണ്ട് അടിപൊളി കളറുണ്ട്. ഈ രണ്ട് വണ്ടിയും കൂടെ പോകുമ്പോൾ നമ്മൾ ഓടി അപ്പുറത്ത് ഇറങ്ങും. വരണ്ട എൻ്റെ കൂടെ, അവിടെ നിൽക്കുക. ഇനി എന്ന് വരാനാ? വാ 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 വാ, നോക്കുന്നില്ലല്ലോ. അയ്യോ, വണ്ടിയുടെ മുമ്പിൽ ചാടി. എൻ്റെ പൊന്നോ, ഇത്ര നേരം നോക്കിയത് ഈ വണ്ടിയുടെ മുമ്പിൽ ചാടാനായിരുന്നോ? ഞാൻ അവിടുത്തെ സേഫായിട്ട് വരാൻ വേണ്ടി ഇരിക്കുന്നത്. പിന്നെ അത് നേരത്തെ വന്നാലും ആരും ഇടിക്കത്തൊന്നുമില്ല. ഇവിടെ നിന്നല്ല, അവിടെ നിന്ന് എനിക്ക് അവിടെ പോകണം. ഞാൻ നിന്നെ വിട്ടാ പോരെ? ഇടിച്ചാൽ കാശ് കിട്ടൂടി. ജാവാ ഏക്കാണ് ചുമ്മാ, വേറെ വീട്ടിൽ വേറെ പണിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കുക. വേറൊന്നും വേണ്ട, ഞാൻ വരാം. എന്നെ മേടിച്ച് തരാനാ? മുളക്, കായ. ഇല്ല, ഇടാനില്ലേ? ഇല്ലെന്ന്. അപ്പൊ അത് രണ്ടും മേടിക്കാം. രണ്ടെണ്ണം 10 ഉള്ളിയോടെ. ഓ വേണ്ട, ഞാനിപ്പോൾ വരാവേ. വൈകുന്നേരം ഒന്ന് ചുമ്മാ ടൗൺ വരെ ഇറങ്ങിയാണ്. എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. പാലെടുക്കണം, പിന്നെ ഒരു മിക്സി നന്നാക്കാൻ കൊടുത്തായിരുന്നു. ചെറിയൊരു കേസേ ഉള്ളൂ. രാവിലെ കൊടുത്താൽ വന്നപ്പം ഇവിടെ വൈകിട്ട് തരാമെന്ന് പറഞ്ഞു.
ചെല്ലാനാ പറഞ്ഞ ഇന്ന് നോക്കണം. ഒന്നുമില്ല, ഇവിടെ വരാതാ. ആ വായനകത്ത് വേറെ സാധനം വന്നു. ഇത് പിടി. ഞാൻ പിടിക്കാം. ഇതിലിപ്പോ ഹലോ, അത് നമ്മുടെ കുഴപ്പമല്ലല്ലോ. പാല് മേടിക്കും. പോയിട്ട് തുടങ്ങിയാണോ അവര്? കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഭയങ്കര എടുക്കുമ്പോഴേ ഇത് ഓണാകേണ്ടി കുത്തിയിട്ടോ? ഇല്ല, ഒന്നും ചെയ്തില്ല. കുത്തിയിട്ടിട്ടും ചാർജിങ് കയറുന്നില്ല. ഇട്ടും ചാർജിങ് കയറുന്നില്ല. ഞാൻ 2-3 അവർ പിന്നെ എനിക്ക് നേരം കിട്ടിയില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ. ടൗണൊക്കെ ഇരുട്ടത്ത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ രണ്ട് ഇവിടെ ഇരിക്കുന്ന മൂന്നും കൂടെ. അയ്യോ മടുത്തിയ. ഞാൻ ഒന്നും മേടിച്ചില്ലേ? ജയ മേടിച്ചില്ലേ? ജയല്ലേ കൊണ്ടുവന്നേ? ഞാൻ ഒന്നും മേടിച്ചില്ലേ? ഓ, ഞാൻ 1-2 ആൾക്കാരെ കണ്ടു. ബാ, നീ എന്നെ വിട്ടിരിക്കുന്നേ? എന്നെ കാത്തിരിക്കോ? ആ, കഴിച്ചു വാങ്ങോ? നീ പോയാടി എന്ന് ചേച്ചാച്ചി എന്തിയടി? ആരാ? മാർക്കേ സിംബ വേറൊന്നും കഴിച്ചില്ല. കപ്പയടുപ്പ് ഒന്ന് കടുകാപ്പി കുടിച്ചോ? കുടിച്ചോ? എഴുന്നേറ്റല്ലേ ഉള്ളൂ. ആദ്യകാശം എഴുന്നേറ്റില്ല മോൻ. ഇന്ന് പഠിത്തമില്ലല്ലോ. അമ്മ രണ്ടും കിടന്ന് ഉറക്കവാ. ഇന്നില്ല, ഞാൻ നാളെ ഉള്ളൂ. ഇന്ന് ഞായറാഴ്ചയല്ലേ. ചേച്ചി എന്ത് ചെയ്യും? ചേച്ചി ഉറക്കത്തിലാണ് നീ? ഞാൻ പൊക്കോട്ടെ വന്നെ. അമ്മച്ചി എന്ത് ചെയ്യും? ഉണ്ടോ? പോവാണേ. ടാറ്റാ. അവിടെ പണിക്ക് അപ്പുറത്ത് റീസാട് അവിടെ ഒരു ശകലം പണിയുണ്ടായിരുന്നു. ഇതിനപ്പുറത്തൊരു വീട്ടില അവിടുത്തെ ഒരു ചേച്ചി. പോവാണേ. നാളെ കാണാവേ. ഇങ്ങനെ മോന്തൊക്കെ ഇങ്ങനെ ചുമയാ. ഓരോ ചുമക്ക് ഷാമ്പൂ ചാടി എണീക്കും. ഞാൻ അപ്പോഴോടെ പൊക്കോട്ട് കിടന്നു. ഞാൻ അപ്പോഴോടെ പോയി കിടക്കുവാണ്. പേടിച്ചിട്ടാക്കുന്നത് ചുമക്ക് കണ്ടിട്ട്. സൂപ്പർ അറിയാം.
അത് ഞാനല്ല എടുത്തേ. കൊട എടുത്തില്ലല്ലേ? ഇതേണ്ടിരിക്കുന്നു മേളിൽ. അതല്ലെന്ന്. ഓ എന്റെ പൊന്നെ, കൈ ഇപ്പൊ കണ്ടോ ഏതാന്ന്? എല്ലാം പറഞ്ഞ പോലെ താത്തിട്ടിട്ട് പോ. വേഗം പറയണം, എനിക്ക് പോകാനുള്ള. ഓക്കെ, താഴെ വരാൻ മതിയേ, വന്നാൽ മതി. ഓക്കെ. ഓ അതിന് കുഴപ്പമൊന്നും ഇല്ല. എന്താ ഞാൻ പറഞ്ഞാൽ കൊള്ളത്തില്ലേ എൻ്റെ അമ്മച്ചിയോ? അവിടെ മണ്ണിൽ കിടക്കാതെ വല്ല പാറയിലും പോയി കിടക്കും തണുപ്പത്ത്. ഫോൺ എടുത്തായിരുന്നോ? ടാറ്റാന്ന്. ഭയങ്കര അവള് ഭയങ്കര തിരക്കിലാണ്. എന്നാ മക്കളെ, എന്താണ് മക്കളെ? ഉമ്മ കൊടുത്തില്ലേടി നീയാ? ഓടി വാ. കുറച്ച് കഴിയുമ്പോ ശാവളം വരും. അമ്മ ഇപ്പൊ പോകുന്നില്ല, എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഇവിടെ തന്നെ ഇരിക്കാനുള്ള പരിപാടിയാ. അയ്യോടാ, ഞാൻ ചേച്ചി ശ്യാമളമ്മയൊക്കെ വന്നോളൂ. നാളെ ചേച്ചി വരുമെന്നേ. ആ കണ്ണട എടുത്തല്ലോ. ആയിക്കോട്ടെ. എന്തോ? ഓ അല്ല, എവിടെ പോവാ? ആ ഹാ ഹാ. പൂക്കൾ പനിനീർപ്പൂക്കൾ അറിയത്തില്ല. നമ്മളെ വരും അന്നേരം ഞാൻ കാണത്തില്ല. ആരാണ്ട് പറഞ്ഞേക്കാം. അയ്യപ്പാ, ആ വയറിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന എന്നത്തിനാണെന്ന് പറഞ്ഞു തരുമോ? ടാറ്റ. സിംഹ വന്നോ എൻ്റെ അടുത്ത്? ഓട്ടോയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ ഞാൻ മനോജേട്ടൻ അവളിവിടെ കൊണ്ടുവിട്ടോ. മനോജേട്ടൻ അവൻ ശ്യാമളം അത് കഴിഞ്ഞാ വരുന്നേ. ഡാ ഡാ ഡാ, അതെന്നെ മനോജേട്ടൻ ഇവിടെ കൊണ്ടുവിട്ടോ. നീ താഴെ വരെ മതിയെന്ന് പറഞ്ഞില്ലായിരിക്കും. ആനാ പറയാഞ്ഞേ? ആനാ ഇന്ന് വരെ ഇല്ലാത്ത വേദന എന്നല്ല അതിന് പറയേണ്ടത്.
എല്ലാ ആഴ്ചയിലും ക്ലാസ്സിന് പോകണോടി. എല്ലാ ആണ്ടിലും ക്ലാസ്സിന് പോയിട്ട് ഈ കാലിന് വേദനയാന്ന്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? നീ വന്നേ ഒരു സെക്കൻഡേ. കറിക്കേ നീ വന്നേ. പറഞ്ഞ കൊടുക്കണ്ടെന്ന് വെച്ചേ ആ ഒട്ടിച്ച് വെച്ചേക്കുന്ന. അപ്പോൾ ഒരു വിധത്തിൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതറിയാമോ ചേച്ചിക്ക്? എന്നെ അറിയാം. ഡാൻസ് പ്രാക്ടീസ് ചെയ്താണ് ഇതാവുന്നത്. ആണല്ലേ? ഇത് ഞായറാഴ്ച പോയിട്ട് അതും വല്ലപ്പോഴും ഞായറാഴ്ച പോവും. എന്നിട്ട് വീട്ടിൽ ഇരുന്നിട്ട് പ്രാക്ടീസ് അത് ചെയ്യത്തില്ല. എന്നിട്ടിരുന്ന് കാലിന് വേദന. അത് മിണ്ടരുത്. വരും കുറച്ച്. അമ്മ ഓട്ടോയ്ക്ക് വരും. അപ്പുറത്തെ പറമ്പിലോട്ട് പോയാൽ ഞാൻ എന്താ മേടിക്കാനാ? എന്തോ ഇല്ല ഇതിങ്ങനെ വഴക്കില്ല. ചൂട് ചിപ്സോ? ഒരു ചിപ്സും ഇല്ല. പിന്നെ ഒന്നുമില്ല. സിംബായ വിളിക്കാം. അയ്യോ കാലെന്റെ കുഞ്ഞെ ഒന്ന് മാറിക്കടാ. നീ അവിടെ പോയിരിക്ക. അതേ എടുത്തത്. അവർക്കല്ല വണ്ടി പോയിട്ട്. ആ തുറന്നോ തുറക്ക്. നീ എന്നോട് ഫോൺ വിളിച്ചപ്പോ എടി പോടാന്നോ? ഇന്നലെ തൂത്താന്ന് കാറ്റ. ഇതാ മേശപ്പുറത്തോട്ട് വെച്ചത്. പാലും ഒക്കെ ഉണ്ട്. ഇത് പാലും മറ്റേതും കൂടെ. അവനെ വണ്ട് നിൽക്കും. ഒരു നിന്നിട്ട് ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞു പോടാന്ന്. ഇതന്നെ വെള്ളം ഇതൊക്കെ കോരി തെക്കണോ? കൈ കഴുകാൻ. ഇതെന്തോ അത് മിക്സി. വർക്കിങ്ങാ? എനിക്കറിയത്തില്ല. ഇതെന്നെ ഇരിപ്പടാ കൂട്ടാ ഇരിക്കുന്നേ. നേരെ ഇരുന്നേ. അങ്ങനെയാണോ ഇരിക്കുന്നേ? കാലെടുത്ത് നേരെ വെക്കാൻ നോക്കില്ല മോനെ. അമ്മയ്ക്കല്ലേലും സ്റ്റാറ്റസും. സിംബ ആണെങ്കിൽ എന്തോ പൂച്ചേനോ പട്ടി അല്ല എന്തോനോ കണ്ടിട്ട് അവൻ അവിടെ പോകും. എന്തേ ഇവിടെ പോയി നിൽക്കും. എന്തിനതേ ഇവിടെ വരും. എന്തേ അവന് എന്നാടാ? വല്ല എലിയല്ലേ കൂടെ പോയി കാണും. അല്ലേ പൂച്ച ആന്നാടാ. ഓടും അവളിലേക്കൂടെ ഓടും. അപ്പം നമ്മളെ കാണിക്കാൻ എന്നാലും ഇതിലേക്കൂടെ ഇപ്പുറത്തോട്ട് വരും. എന്തേ അവന് പോയോ? ഇല്ല പൂച്ച എലി അതിലെ കൂടെ പോയി കാണോ? അതിനാണ്. അത്ര ദിവസം ഈ അവനുണ്ടല്ലോ, അവൻ അതിന്റെ വാതിൽക്കൽ കിടക്കുന്നു. ഒരു പൂച്ച എന്തെങ്കിലും ഒരു സാധനം വന്ന ഒരു കോഴിയാണേലും ഒന്ന് അനങ്ങിയാൽ മതിയല്ലോ. കൊരയാന്നറിയോ? ഇല്ലാതെപ്പെട്ടന്നെ ഒരിക്കൽ പിന്നെ കൂടടയ്ക്കാല. കൂടടയ്ക്കാൻ ഇവൻ അന്നേരം അവന്, അതായത് എനിക്കറിയാം അവിടെ ഒരു സാധനം വന്ന് പിടിച്ചോണ്ട് പോവുകയില്ല. അഴിച്ചു വിട്ടാൽ ഇവനെ കോഴിയൊക്കെ ഈ വഴി വരത്തില്ല. എന്നെ ആ പൂച്ച പോയതാ. ഇവനെ ഉള്ളത് കൊണ്ട് പൂച്ച എവിടെയോ പോയി.
എന്നാ മോനു കാണിക്കുന്നേ കണ്ടോ അമ്മ കാണിക്കുന്ന പരിപാടി? ഇങ്ങനെയാണ് ചോറുന്നേ ആണോ? ഇങ്ങനെയാണ് നീ സ്കൂളിൽ ചോറുന്നേ? കന്നാ സിസ്റ്ററോട് ചോദിക്കട്ടെ എങ്ങനെയാണ് കൊച്ചു ചോറുന്നത്? അത് നീ ചോറില്ല ഉടുപ്പേലെ തട്ടിക്കളഞ്ഞേ. വലത് കയ്യിലാണോ തട്ടുന്നേ? ഉടുപ്പേ പിടിക്കാതെ ചോറുണ്ടോ കയ്യ്? അമ്മ വടി ഇങ്ങടുത്തേ. നാരായണി ആ ഒന്നുമില്ല, അമ്മ കഴിക്കാൻ പാ. ഉടുപ്പേല ചോറ് തട്ടിക്കളഞ്ഞ ശാംഭവി, അവിടെ ഉടുപ്പേല ചോറൊന്ന് തട്ടിക്കളയാവോ? അതൊക്കെ കഴിച്ച് നല്ലതായിട്ട് കൈ കഴുകണേ. അവള് ചെയ്യല്ലെന്ന് പറയുന്നത് മാത്രം ചെയ്യുന്നത്. നല്ല സ്വഭാവമാണ്. നാരായണയുടെ ചോറിനടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടെന്ന്. മീൻ വറുത്തുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും പതിയെ നൈസായിട്ട് വീഡിയോ എടുത്തോണ്ടാണോ വേണ്ടെന്ന് പറഞ്ഞേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റ് ഉള്ളവർ രാത്രി ആഹാരം കഴിക്കണ്ട സന്ധ്യക്ക്. വെയിറ്റ് ഇല്ലാത്തവർക്ക് ഒരു തരം, 2 തരം, 3 തരം തീർന്നു. അവള് കഴിച്ചായിരുന്നു. അല്ലെങ്കിലും 7 മണി കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാൻ കൊള്ളത്തില്ല. 7 മണി കഴിഞ്ഞ് ആഹാരം കഴിച്ചാണ് വയറും ചാടി ഇങ്ങനെ ശ്യാമളയും ശ്യാമളയുടെ മകളും ശ്യാമളയുടെ മരുമോനും. എന്നാ നിന്റെ പ്രശ്നം?